ആ ശ്രമവും നമ്മൾ നടത്തേണ്ടതായിട്ട് വരും. ഏതായാലും കേരളത്തിലെ ജനങ്ങൾ ഏകകണ്ഠമായി തന്നെ അതിൻ്റെ എല്ലാം കൂടെ ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലാണ് ഈ 36 ദിവസത്തെയും അനുഭവം. ഇന്ന് യാത്ര സമാപിക്കാനിരിക്കുമ്പോൾ ശരിയല്ലെങ്കിൽ നിങ്ങളത് ചോദ്യം ചെയ്തോളൂ, അതിന്റെ നടപടികൾ എടുത്തോളൂ. പോലീസിന് നടപടി എടുക്കുന്നതല്ലേ, പോലീസിന് അതിന്റെ നടപടികൾ സ്വീകരിക്കേണ്ടി വരുള്ളൂ. പോലീസിന്റെ മുന്നിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളെടുത്ത് തെളിവില്ലല്ലോ, പോലീസിന്റെ കയ്യിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കേസ് എടുക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഊഹം വെച്ചുകൊണ്ട് പോലീസിന്റെ നടപടി തെറ്റാണെന്നുണ്ടെങ്കിൽ അതിന്റെ നടപടികൾ സ്വീകരിച്ചോളൂ, അതിനകത്ത പ്രശ്നം. ഗൂഢാലോചന സാധാരണ മാധ്യമ പ്രവർത്തനം ഗൂഢാലോചനയല്ലായിരുന്നു. സാധാരണ മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണല്ലോ ഗൂഢാലോചനയുടെ ഭാഗം വരുന്നത്. ആ ഗൂഢാലോചനയുടെ ഭാഗം ഞാൻ പറയേണ്ടതല്ല, എന്താണെന്ന് പോലീസ് പറയട്ടെ. ആ പോലീസ് പറയല്ലോ. അത് നിങ്ങൾ മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാധ്യമ പ്രവർത്തകർ ചെല്ലുന്നത് ഗൂഢാലോചനയാണെന്ന് ആരും പറയില്ല. ഇത് ഗൂഢാലോചന അതെല്ലാവരും കാണുന്ന കാര്യമല്ലേ. അതിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഗൂഢാലോചനയുടെ ഭാഗം വരുമ്പോഴാണല്ലോ അത് പറയുന്നത്. അത് ഗൂഢാലോചനയല്ല എന്ന് നിങ്ങളുടെ അടുത്ത് തെളിവുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹാജരായിക്കോളൂ, അതിനെന്താ പ്രശ്നം? അതല്ലേ വേണ്ടത്. സമാപിക്കാനിരിക്കുകയാണ്. അപ്പോൾ കഴക്കൂട്ടത്ത് യാത്രയെ തടയുമെന്നും എത്താൻ അനുവദിക്കില്ല എന്നുമാണ് പ്രതിപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് രാവിലെ വരുന്ന അതൊക്കെ സാധാരണ നിലക്ക് ചിരിച്ച് തള്ളാവുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എന്തെല്ലാം വീമ്പ് പറച്ചില് നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതും ഗൂഢാലോചനയായിട്ട് നടക്കണ്ട. ഗൂഢാലോചനയാണ്. എന്താ സംശയം? ഇങ്ങനെയുള്ള വിവരമല്ല, ഇങ്ങനെയുള്ള വിവരത്തിന്റെ മേലെയല്ല, ഇങ്ങനെയുള്ള വിവരമായിട്ട് കാണണ്ട. നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മാത്രം വന്നാണെങ്കിൽ അങ്ങനെ തുടങ്ങാം നമുക്ക്. ഇത് നിങ്ങളല്ല അവരോടാ ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്കാണോ ചോദിക്കുന്നത്? നിങ്ങൾ മാധ്യമപ്രവർത്തനം തന്നെ, നിങ്ങളെ മാധ്യമപ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. മാധ്യമപ്രവർത്തനമായിട്ട് നടത്തണം. അതിന് യാതൊരു തടസ്സവും ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല. ഞാൻ പറയട്ടെ, നിങ്ങളെന്താ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു? മാധ്യമപ്രവർത്തനമായി നടത്തുന്നത് യാതൊരു തടസ്സവും ഇല്ല. ആരും അതിന്റെ മേലെ കുതിര കയറുന്നില്ല. പക്ഷേ പോലീസ് ഇപ്പോ ഒരു കേസ് എടുത്തിരിക്കുന്നു. ആ കേസിൽ പോലീസ് പറഞ്ഞിരിക്കുന്നു ഗൂഢാലോചനയുണ്ട് എന്ന്. നിങ്ങൾ പറയുന്നു ഗൂഢാലോചനയല്ല എന്ന്. നിങ്ങളത് തെളിയിച്ചോളൂ, അതിനെന്താ പ്രശ്നം? ഞാൻ പരിശോധിക്കേണ്ട കാര്യം വരുന്നില്ല. എനിക്കതിൽ വിശ്വാസക്കുറവില്ല, അതാണ് പ്രശ്നം. അതാണ് എന്റെ പ്രശ്നം. നിങ്ങളുടെ കൂട്ടത്തിൽ ഗൂഢാലോചന നടത്താൻ പറ്റിയവരുണ്ട്. ആ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചനയുടെ കേസും വരും. അത്രയേ ഉള്ളൂ അതിനകത്ത്. നിങ്ങൾ ജോലി സ്ഥലത്ത് പോകുന്നതോ, നിങ്ങൾ മറ്റു പുഷ്ടഭ സ്ഥലത്ത് പോകുന്നതോ, നിങ്ങൾ സാധാരണ മാധ്യമപ്രവർത്തനം നടത്തുന്നതോ ഒന്നും ഇവിടെ ആരും തടയാൻ പോകുന്നില്ല. പക്ഷെ ആ നില വിട്ട് മറ്റൊരു നില വന്നാൽ കുറച്ച് ശബ്ദമുയർത്തി പറഞ്ഞാൽ കാര്യങ്ങൾ നേടിക്കളയാമെന്നുള്ള ധാരണയിൽ തുടങ്ങണ്ട. അതേ ഉള്ളൂ. ഏത് ഗൂഢാലോചനക്ക് പുറപ്പെടേണ്ടതേ ഉള്ളൂ. നിങ്ങൾ മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് പല വിവരങ്ങളും കിട്ടും, നിങ്ങൾ പറയും, നിങ്ങൾ നടപ്പാക്കും, നിങ്ങൾ വാർത്ത കൊടുക്കും, ഒക്കെ ചെയ്യും. അതൊന്നും ഗൂഢാലോചനയല്ല. പക്ഷേ ഗൂഢാലോചനയുടെ ഭാഗമായി നീങ്ങണ്ട, അത്രയേ ഉള്ളൂ. 34 ദിവസമായി 34 ദിവസവും എല്ലാ ദിവസവും ആക്രമണങ്ങളുണ്ടായിരുന്നു, അടി തിരിച്ചടിയെല്ലാം ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾ പോലും അത് ചെയ്യരുതെന്ന് ആഹ്വാനം ചെയ്യുന്ന ഭാഗത്ത് ഒരു ഓഫീസറുടെ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളുടെ ചെവിട്ടിനെന്തോ തകരാറുള്ളത് കൊണ്ടാണ്. നിങ്ങളുടെ ചെവിട്ടിനെന്തോ തകരാറുണ്ട്, അല്ലെങ്കിൽ വായനക്കെന്തോ തകരാറുണ്ട്. എന്താണെന്നറിയോ? ഇത് ആദ്യത്തെ ദിവസം തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ്. ആരും പ്രകോപിതരാകരുത്, പ്രകോപനത്തിൽ കുടുങ്ങരുത്. പ്രകോപനത്തിന് വേണ്ടിയാണ്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ അടിച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞൊരു നേതാവിനെ ഏതെങ്കിലും കാലത്ത് കണ്ടിട്ടുണ്ടോ? ഈ കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ? അടിക്കും എന്ന് പറയാൻ ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ? അതാണോ പൊതു സംസ്കാരം? അതാണോ പൊതുവായ രീതി?
അതാണോ വേണ്ടത്? നിങ്ങൾക്കാർക്കും അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾ മറച്ചു വെക്കുന്നു. കല്യാശ്ശേരി മണ്ഡലത്തിന്റെ ഭാഗമായി ആ ബസിന്റെ മുന്നിൽ ചാടിയ ഘട്ടത്തിൽ അന്ന് തന്നെ ഞാൻ പറയാണ്, ഇത് പ്രകോപനം സൃഷ്ടിക്കാനാണ്, ആരും പ്രകോപനത്തിൽ കുടുങ്ങരുത്. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പ്രകോപനത്തിൽ ആരും കൊടുക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഈ ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്നതിന്റെ അവിടെ 2-3 ആളുകൾ വന്ന് കൊടിയിങ്ങനെ കാണിക്കുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് നോക്കില്ലേ, ഇവരെ അത് കാണുകയില്ലേ? വീടുകൾക്ക് നേരെ ആക്രമണം നടക്കുന്നു കണ്ടല്ലോ. ഇന്നലെ ഒരാൾ പറയുന്നത് കേട്ടല്ലോ. ഇത് ഒരു ജില്ലയിൽ ആലപ്പുഴ ജില്ലയിൽ കണ്ടല്ലോ ഒരു വാർത്ത. അവിടെ ഒരു നവകേരള സദസ്സിന്റെ പ്രവർത്തനത്തിന് പോയി അതിന്റെ ഭാഗമായിട്ട് അണിനിരന്ന ഒരു പ്രവർത്തകന്റെ വീട് ആക്രമിച്ചത്. അത്തരം കാര്യങ്ങൾ നടക്കുകയാണ്. അതിൽ ആശ്ചര്യമില്ലല്ലോ. തല്ല്, അടി 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 എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനുയായികൾ അടിക്കാൻ പുറപ്പെടുമല്ലോ. അതല്ലേ നടക്കുന്നത്. അപ്പോഴല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാലിക്ക് സംയമനം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, എല്ലാ ദിവസവും പറയല്ലേ. അപ്പോഴും അടി 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 എന്നല്ലേ. നിങ്ങൾ ബസിന്റെ മുന്നിൽ ചാടിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എന്താ സംരക്ഷിക്കേണ്ട കാര്യം? നിങ്ങൾ ആരാ സംരക്ഷിക്കാൻ എന്നല്ലേ ചോദിച്ചത്? മഞ്ചേശ്വരം മുതൽ ഞാൻ ഈ നവകേരള സദസ് കാണുന്നയാളാണ്. വലിയ പങ്കാളിത്തം എല്ലാ മുന്നണികളിലും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങേയും മന്ത്രിമാരെയും ഒന്നിച്ച് കാണാനുള്ള ആകാംക്ഷയാണ് ഈ ആൾക്കൂട്ടം എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അവർക്കുള്ള CM-ന്റെ മറുപടി എന്താണ്? ഇത് ഞങ്ങളെ കാണുക എന്നുള്ളത് മാത്രമാണെന്ന് കാണണ്ട. അതായത് നമ്മൾ ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം നമ്മുടെ നാട് ചില പ്രതിസന്ധികൾ നേരിടുന്നു. ആ പ്രതിസന്ധി കേന്ദ്ര ഗവൺമെന്റ് സൃഷ്ടിക്കുന്നത് കൂടിയാണ്. ആ കേന്ദ്ര ഗവൺമെന്റ് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി എന്താണ് എന്ന് കൂടി ജനങ്ങളോട് വിശദീകരിക്കാനാണ് ഞങ്ങൾ പുറപ്പെട്ടത്. അങ്ങനെ പ്രതിസന്ധിയിലായിക്കൂടാ, നാടിന്റെ ഭാവി തകർന്നുകൂടാ. നാടിനെ കണ്ടുകൊണ്ടുള്ള ഇടപെടലാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. എല്ലാ ആളുകളും ഭേദചിന്തയില്ലാതെയാണ് അണിനിരന്നിട്ടുള്ളത്. 10,000 ഇതിന്റെ ഭാഗമായി അണിനിരന്നിട്ടുണ്ട്. ആ 10,000 അണിനിരന്നതിന് ചില പ്രതികരണങ്ങളും ഉണ്ടായി. അതിന്റെ ഭാഗമായാണ് നമ്മുടെ കേന്ദ്ര ധനമന്ത്രി കേരളത്തിൽ വന്നിട്ട് ഞങ്ങൾ കേരളത്തെ അവഗണിക്കുന്നില്ല എന്ന് പറയാൻ നിർബന്ധിതയായത്. അത് വസ്തുതയല്ലാത്ത കാര്യം നമ്മൾ പിന്നീട് വ്യക്തമാക്കി. പക്ഷെ പറയാൻ അവർ നിർബന്ധിതയായി. അതേപോലെ തന്നെ അതേവരെ ഇതിനെപ്പറ്റി യാതൊന്നും ശബ്ദിക്കാതിരുന്ന ഒരു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രമേയം പാർലമെന്റിൽ കൊടുക്കുന്നു എന്ന് പറയാനും അവരും നിർബന്ധമായി. ഇതെല്ലാം ഒരു മാറ്റമാണ്. പക്ഷേ നാം കാണേണ്ടത്, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലാണ് ഞാൻ പറയുന്നത്, ഇത് ഏറ്റവും വലിയ കരുത്ത് ജനങ്ങളുടെ കരുത്താണ്. ആ ജനകീയ കരുത്താണ് കേരളത്തിൽ ഈ കഴിഞ്ഞ 36 ദിവസവും പ്രകടമാകുന്നത്. ജനലക്ഷങ്ങളാണ് ഇതിനുവേണ്ടി അണിനിരന്നിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട, നമ്മുടെ കേരളത്തിന് ഈ പറയുന്ന പ്രതിസന്ധികൾ മറികടക്കാനാകും. അതിനുതകുന്നതാണ് ഈ ജനസഞ്ചയത്തിന്റെ വലിയ തോതിലുള്ള അണിനിരക്ക്. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നീടാകാം. ഇന്ന് ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചൊന്നും കാണണ്ട. ഹൈക്കോടതിയിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയല്ലോ. ആ പറയുന്ന കാര്യങ്ങൾ സർക്കാരിനെതിരെയാണെന്ന് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പുറപ്പെടണ്ട. ആ തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുന്നു, അതിൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കുന്നു. അത്രയും അതിനെ കാണേണ്ടതുണ്ട്. അതവരോട് ചോദിക്കണ്ടേ എങ്ങനെയാണ്. ഇവിടെ എത്ര ആൾക്കാർ നമ്മൾ പെൻഷൻ കൊടുക്കുന്നു അറിയാം? നിങ്ങൾക്കറിയാം? 50 ലക്ഷത്തോളമല്ല. 50 ലക്ഷത്തോളമല്ല. നേരത്തെ എത്രയായിരുന്നു? നേരത്തെ കൊടുത്ത പെൻഷൻ 600 രൂപ. അത് 700 ആക്കിയത് ആരും പറഞ്ഞിട്ടല്ല. ഈ സർക്കാർ LDF-ന്റെ തീരുമാനത്തിന്റെ ഭാഗമായി ചെയ്തതാണ്. അത് ഓരോ പടി ഇങ്ങനെ കടന്ന് അങ്ങനെയാണ് 1600-ലെത്തിയത്. ഇപ്പൊ നൽകുന്നത് 1600 രൂപ കുറച്ചു കാലമായിട്ട്. ഇതും വർദ്ധിപ്പിക്കണം എന്നാണ് ഞങ്ങളെ ആഗ്രഹം. പക്ഷെ ഇപ്പം നൽകുന്നത് 1600 രൂപയാണ്. ആരും പറഞ്ഞിട്ട് ചെയ്തല്ല. ആ 1600 രൂപ ഇന്ന് കേരളത്തിൽ ലഭിക്കുന്നത്
62 ലക്ഷത്തോളം ആളുകൾക്കാണ് നമ്മുടെ പെൻഷൻ ലഭിക്കുന്നത്. അതൊന്നും ആരും നിർദ്ദേശിച്ചിട്ടല്ല, ആരും പറഞ്ഞിട്ടല്ല. ഈ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നത് LDFന്റെ നയമാണ്. അത് ഈ രാജ്യത്ത് ഇവിടെ മാത്രം ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ധനമന്ത്രി ഇവിടെ തന്നെ വന്നിട്ട് പറഞ്ഞത്, നിങ്ങളെന്താണ് ഇത്രയധികം തുക കൊടുക്കുന്നത്, എന്തിനാണ് ഇത്രയധികം ആളുകൾ കൊടുക്കുന്നത്, അതല്ലേ ധനപ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അതൊക്കെ നമ്മുടെ മുന്നിലുള്ളതല്ലേ. അത് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് ഇത്തരം കാര്യങ്ങളിൽ. ആ പ്രതിജ്ഞാബദ്ധമായ നിലപാട് ഗവൺമെന്റ് തുറന്നുകൊണ്ടേ പോകും. ബാക്കി നമുക്ക് പിന്നീടാകാം. നമ്മളിതോടെ കാണാൻ തീരുന്നില്ല, പിന്നെയും കാണുമല്ലോ. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അവസാനിക്കുന്നു. രാജ്യത്ത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അപകടത്തിൽ എന്ന് മണിക്കൂർ ഇടവിട്ട് സംസാരിക്കുന്നവരാണ് ഇടതുപക്ഷ രാഷ്ട്രീയ നേതാക്കളൊക്കെ. പക്ഷേ കേരളത്തിൻ്റെ കാര്യത്തിൽ അതുണ്ടാകുമ്പോൾ ആ ഗൂഢാലോചനാവാദം ശരിയാണ്, പോലീസിൻ്റെ നടപടിയിൽ തനിക്ക് സംശയമില്ല എന്നുള്ള വാദം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിയാണ് നമ്മൾ കാണുന്നത്. മാധ്യമപ്രവർത്തകർക്കെതിരായ കേസുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ തനിക്കക്കാര്യത്തിൽ സംശയമില്ലല്ലോ, അത് തൻ്റെ ബോധ്യം എന്നുള്ള നിലയ്ക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മറുപടി. ആ കേസിനെ ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി. VA ഗിരീഷുണ്ട് വാർത്താസമ്മേളനത്തിൻ്റെ വിവരങ്ങളുമായി. ഗിരീഷ്, ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് മാധ്യമപ്രവർത്തകർ ഈ കേസുമായി ബന്ധപ്പെട്ട്. തൻ്റെ വിശ്വാസം അതാണ്, പോലീസിന്റെ നടപടിയിൽ തെറ്റില്ല എന്നുള്ള ന്യായീകരണം നിരത്തുകയാണല്ലോ മുഖ്യമന്ത്രി ഗിരീഷ്. ഉന്മേഷ്, വിനീതയ്ക്കെതിരായിട്ടുള്ള കേസിൽ മുഖ്യമന്ത്രി പോലീസിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഇത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയും ഇതുതന്നെയാണ്. സാധാരണ മാധ്യമ പ്രവർത്തനം ഗൂഢാലോചനയല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം ഉണ്ടാകുമ്പോഴാണ് ഗൂഢാലോചന ഉണ്ടാകുന്നത്. അതിൽ വ്യക്തത വരുത്തേണ്ടത് പോലീസല്ല. ഏതായാലും മാധ്യമപ്രവർത്തനമായി തന്നെ നടത്തണം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഉപദേശം. ഈ കേസിൽ തനിക്ക് വിശ്വാസക്കുറവില്ല എന്നും മുഖ്യമന്ത്രി പറയുന്നു. അതായത് പോലീസിനെ പൂർണ്ണമായും ന്യായീകരിക്കുകയും പോലീസിനെ പൂർണ്ണമായും വിശ്വസിക്കുകയും ചെയ്യുകയാണ് സംസ്ഥാന മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഇതിൽ ഏറെ വിചിത്രമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പോലീസ് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുന്നത് എന്നുള്ളതാണ്. മറിച്ചുള്ള തെളിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ അത് ഹാജരാക്കൂ എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഗൂഢാലോചന ഇല്ലെങ്കിൽ അത് മാധ്യമപ്രവർത്തകർ തെളിയിക്കട്ടെ എന്നും മുഖ്യമന്ത്രി അത് വിശദീകരിക്കുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ തനിക്ക് ഈ കേസിനെ കുറിച്ചോ ഈ കേസിൽ ഉയർന്ന പരാതികളെ കുറിച്ചോ പരിശോധിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. അതായത് മാധ്യമപ്രവർത്തക വിനീത വിജിക്കെതിരെ എടുത്ത കേസിൽ മുഖ്യമന്ത്രി ഒരു പുനഃപരിശോധനയ്ക്ക് തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, പോലീസിനെ അദ്ദേഹം കണ്ണടച്ച് വിശ്വസിക്കുകയും അതോടൊപ്പം തന്നെ പോലീസിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഉന്മേഷ്, ഗിരീഷ്, ഇപ്പോൾ മാധ്യമ പ്രവർത്തനം നടക്കുന്നത് ഏത് രീതിയിലാണ് എന്നുള്ളതറിയാം. ഈ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്ന ഗൂഢാലോചന വാദമുണ്ടല്ലോ, പോലീസ് ചുമത്തിയ ഈ ഗൂഢാലോചന വാദം എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകർക്ക് അറിയാം എങ്ങനെയാണ് ഒരു വാർത്ത ശേഖരിക്കുന്നത് എന്നത്. അത് രാഷ്ട്രീയ നേതാക്കളെ ചിലപ്പോൾ ബന്ധപ്പെടേണ്ടി വരും, ഫോൺ വിളിക്കേണ്ടി വരും, വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും, തുടർച്ചയായി അവരോട് സംസാരിക്കേണ്ടി വരും. അതൊക്കെ ആ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണല്ലോ, രീതിയാണല്ലോ. അതെങ്ങനെ ഒരു ഗൂഢാലോചനാവാദമായി ഈ പോലീസ് കാണുന്നു? അതിന് മുഖ്യമന്ത്രി ആ നിലയ്ക്ക് എന്തുകൊണ്ട് ന്യായീകരിക്കുന്നു? ഉന്മേഷ്, ഇക്കാര്യത്തിൽ തുടരെ ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ ഒരു വേള മുഖ്യമന്ത്രി ക്ഷുഭിതനാകുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഒച്ച കൂട്ടി അല്ലെങ്കിൽ ഉയർന്ന ശബ്ദത്തിൽ സംസാരിച്ചാൽ ഇതിനെല്ലാം മറുപടി ആകുമോ എന്നുള്ള തരത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ക്ഷുഭിതനായത്. മുഖ്യമന്ത്രിയോട് തന്നെ മാധ്യമപ്രവർത്തകർ ഇക്കാര്യത്തിൽ ചോദിച്ചു. DYFIയും SFIയും ഒക്കെ തങ്ങളുടെ സമരം നടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മുൻകൂട്ടി നൽകാറുണ്ട്. അതെങ്ങനെയാണ് ഗൂഢാലോചനയാകുന്നത് എന്ന ചോദ്യം മുഖ്യമന്ത്രിയോട് ഉയർന്നു. ഇതിനാണ് മുഖ്യമന്ത്രി പറഞ്ഞത്, അതൊന്നും ഗൂഢാലോചനയല്ല, പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഗൂഢാലോചനക്കാർ ഉണ്ട് എന്ന് തന്നെ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ നോക്കി പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നു. അതായത് മാധ്യമപ്രവർത്തകർ ഗൂഢാലോചന നടത്തി എന്ന പോലീസിന്റെ വാദത്തിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയോട് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ, അതായത് ഈ ഒരാളിനെ ബന്ധപ്പെടുന്നത്, ഒരു സോഴ്സിനെ ബന്ധപ്പെടുന്നത് എങ്ങനെയാണ് ഗൂഢാലോചനയാകുന്നത് എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി അത്തരത്തിൽ ഒരു ഗൂഢാലോചന ഉണ്ടാകുന്നില്ല, പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഗൂഢാലോചന നടത്തുന്നവരുണ്ട്, അത് അവരാണ് തെളിയിക്കേണ്ടത് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മറുപടിയായി നൽകുന്നത്. മുന്നേഷ്, ഗിരീഷ്, ഇപ്പോൾ ഈ നവകേരള യാത്രയുണ്ടല്ലോ, നവകേരള സദസ്, അത് കാസർഗോഡ് ആരംഭിക്കുന്നു, തിരുവനന്തപുരം വരെ എത്തുന്നു. ഇതിനിടയിൽ എത്രയെത്ര പ്രതിഷേധങ്ങൾ ഉണ്ടായി, എത്രയെത്ര ദൃശ്യങ്ങൾ വന്നു.
അത് ചിലത് നേരിട്ട് മാധ്യമപ്രവർത്തകരുടെ ക്യാമറയിൽ കുടുങ്ങിയതാണ്, മറ്റു ചിലതാകട്ടെ മൊബൈൽ ഫോൺ വഴിയെടുത്ത ദൃശ്യങ്ങളാണ്. അങ്ങനെ പല രീതിയിൽ പല സോഴ്സുകളിലൊക്കെ പകർത്തിയ ദൃശ്യങ്ങളുണ്ട്, പുറത്തു വന്ന വാർത്തകളുണ്ട്. സമാനമായ രീതിയിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം നടക്കുന്നു. അത് SFI നടത്തുന്നതാകട്ടെ DYFI നടത്തുന്നതാകട്ടെ അതിൻ്റെയും ദൃശ്യങ്ങൾ വന്നത് ഈ രീതിയിലാണ്. ഇന്ന ഇടങ്ങളിൽ തങ്ങൾ പ്രതിഷേധിക്കുമെന്ന് മാധ്യമപ്രവർത്തകരോട് പറയുന്നതും ഈ നേതാക്കളൊക്കെ തന്നെയാണ്. അപ്പോൾ ആ നിലയ്ക്ക് അവിടെ ഒരു സംഭാഷണം നടന്നാൽ അതിൽ ഗൂഢാലോചനയില്ല, അത് വിവരശേഖരണം. പക്ഷേ ഇവിടെ ഇത് ഗൂഢാലോചനാവാദം. അത് എന്തൊരു വിരോധാഭാസമാണ് ഗിരീഷ്? ഉന്മേഷ്, ഇത് തന്നെയാണ് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ഇക്കാര്യത്തിൽ വ്യക്തമാകുന്നതും. കാര്യം, ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം നടന്നാൽ അത് മുൻകൂട്ടി അറിയുക എന്നുള്ളത് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ്. ഇതനുസരിച്ചാണ് മാധ്യമപ്രവർത്തകർ സാധാരണ രീതിയിൽ ഈ സംഭവങ്ങൾ ചിത്രീകരിക്കുന്നതും റിപ്പോർട്ടുകൾ നൽകുന്നതും. നേരത്തെ ഉന്മേഷ് ചൂണ്ടിക്കാണിച്ച പോലെ ഗവർണർക്കെതിരായ പ്രതിഷേധം, ഗവർണർക്കെതിരായ ആദ്യ ദിവസം SFI നടത്തിയ പ്രതിഷേധം പലയിടത്തായി കരിങ്കൊടി കാണിക്കുന്നു, ഗവർണറുടെ ഔദ്യോഗിക വാഹനത്തിൽ തല്ലുന്നത് വരെ എത്തി നിൽക്കുമ്പോൾ അവിടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനുണ്ടായിരുന്നു, ആ വാർത്തകൾ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നതിനുമുണ്ടായിരുന്നു. അതൊന്നും ഗൂഢാലോചന അല്ല എന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള കരിങ്കൊടി പ്രകടനമോ അല്ലെങ്കിൽ പ്രതിഷേധമോ ഉണ്ടാകുമ്പോൾ അത് മാധ്യമപ്രവർത്തകർ നേരിട്ട് തത്സമയം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഗൂഢാലോചനയായി മാറുന്നു എന്ന സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ വ്യക്തമാകുന്നത്. കാരണം ഇക്കാര്യത്തിൽ ഗവർണർക്കെതിരെ, സംസ്ഥാനത്തെ ഭരണഘടനാ തലവനായ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം പോലും തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ഗവർണറുടെ വാഹനം ആക്രമിക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ അത് മുൻകൂട്ടി അറിയുന്നതിനോ റിപ്പോർട്ട് ചെയ്യുന്നതിനോ തടസ്സമില്ലാത്ത കേരളത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്ന ഒരു പ്രതിഷേധം അത് ഗൂഢാലോചനയായി, അത് മുൻകൂട്ടി അറിയുന്നതും അത് ആ സമയത്ത് തത്സമയ വിവരങ്ങൾ നൽകുന്നതും ദൃശ്യങ്ങൾ നൽകുന്നതും ഗൂഢാലോചനയായി ചിത്രീകരിക്കുന്ന ഒരു തരത്തിലേക്ക് കേരളം എത്തി നിൽക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവെ രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും അതോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമ രംഗത്തുള്ളവർക്കും ഉള്ളത്. ഇത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ ഇവിടെയും ഈ കേസിലും സംഭവിച്ചിരിക്കുന്നത്. ഉന്മേഷ്, ഗിരീഷ്, ഇപ്പോൾ മുഖ്യമന്ത്രി പറയുകയാണ് അത് ഗൂഢാലോചനയല്ലെങ്കിൽ മറിച്ച് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോകൂ എന്ന് പറയുന്നു. അദ്ദേഹം അത് ശബ്ദമുയർത്തിയല്ല പറയുന്നെങ്കിൽ കൂടിയും അത് അങ്ങേയറ്റം ധാർഷ്ട്യമാണ്. കാരണം തെറ്റായ ഒന്നിൻ്റെ പേരിൽ അതിനെ മുഖ്യമന്ത്രി അങ്ങേയറ്റം ന്യായീകരിക്കുന്നു. നിങ്ങൾ കോടതിയിൽ പോകുമെന്ന് ധാർഷ്ട്യത്തോടെ അദ്ദേഹം മറുപടി പറയുകയും ചെയ്യുന്നു. ഒരു വാർത്താശേഖരണത്തിൻ്റെ ഭാഗമായുള്ള ഫോൺ കോളിനെയാണ്, ഫോൺ വിളികളെയാണ് ഇങ്ങനെ മാറ്റുന്നതും പോലീസ് ഗൂഢാലോചന ആരോപിക്കുന്നതും മുഖ്യമന്ത്രി അതിനെ പരസ്യമായി ന്യായീകരിക്കുന്നതും. ഗിരീഷ്, ഉന്മേഷ്, സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസുകൾ മുമ്പുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഗൂഢാലോചന, വിവരശേഖരണത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ സോഴ്സുകളെ കോൺടാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി ഒരു ഗൂഢാലോചന എന്നത് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് പരിശോധിക്കാറാണ് പതിവ്. മുമ്പുണ്ടായിരുന്ന സർക്കാരുകളുടെ കാലത്തും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, അത് ഏതെങ്കിലും തരത്തിലുള്ള സംഘർഷം ഉണ്ടാകുമ്പോൾ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുമ്പോഴൊക്കെ ഈ വിഷയം സർക്കാർ വീണ്ടും പരിശോധിക്കുകയും ഇതിൽ നിന്ന് മാധ്യമപ്രവർത്തകരെ അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് അവർ ഈ കാര്യങ്ങൾ ചെയ്തതെങ്കിൽ അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക പതിവായിരുന്നു. പക്ഷേ ഇത്തവണ മുഖ്യമന്ത്രി ഈ കേസിൽ, വിനീത വിജിക്കെതിരായിട്ടുള്ള കേസിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് പോലീസിന്റെ നിലപാടിനെ അരക്കിട്ടുറപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ പോലീസുമായി ശരി ഗിരീഷ്, നമുക്ക് ഗിരീഷ് ഒന്ന് തുടരൂ. മുഖ്യമന്ത്രി എന്താണ് വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയത്തിൽ ഇന്ന് നടത്തിയ പ്രതികരണമെന്ന് ഒരിക്കൽ കൂടി കേൾക്കാം. ശരിയല്ലെങ്കിൽ നിങ്ങൾ അത് ചോദ്യം ചെയ്തോളൂ, അതിന്റെ നടപടികൾ എടുത്തോളൂ. പോലീസിന് നടപടി എടുക്കുന്നില്ലേ? പോലീസിന് മറ്റേ നടപടികൾ സ്വീകരിക്കേണ്ടി വരുമല്ലോ. പോലീസിന്റെ മുന്നിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളെടുത്ത് തെളിവില്ലല്ലോ. പോലീസിന്റെ കയ്യിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കേസ് എടുക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഊഹം വെച്ചുകൊണ്ട് പോലീസിന്റെ നടപടി തെറ്റാണെന്നുണ്ടെങ്കിൽ അതിന്റെ നടപടികൾ സ്വീകരിച്ചോളൂ. അതിനകത്ത പ്രശ്നം. ഗൂഢാലോചന, സാധാരണ മാധ്യമ പ്രവർത്തനം ഗൂഢാലോചനയല്ലാലോ. സാധാരണ മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണല്ലോ ഗൂഢാലോചനയുടെ ഭാഗം വരുന്നത്. ആ ഗൂഢാലോചനയുടെ ഭാഗം ഞാൻ പറയേണ്ടതല്ല, എന്താണെന്ന് പോലീസ് പറയട്ടെ. മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് മാധ്യമ പ്രവർത്തകർ ചെല്ലുന്നത് ഗൂഢാലോചനയാണെന്ന് ആരും പറയില്ല. ഇത് ഗൂഢാലോചന, അതെല്ലാവരും കാണുന്ന കാര്യമല്ലേ. അതിൽ നിന്ന് വ്യത്യസ്തമായുള്ള ഗൂഢാലോചനയുടെ ഭാഗം വരുമ്പോഴാണല്ലോ അത് പറയുന്നത്. അത് ഗൂഢാലോചനയല്ല എന്ന് നിങ്ങളുടെ അടുത്ത് തെളിവുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹാജരായിക്കോളൂ. അതിനെന്താ പ്രശ്നം? അതല്ലേ വേണ്ടത്. ഗൂഢാലോചനയാണ്. എന്താ സംശയം? ഇങ്ങനെയുള്ള വിവരമല്ല, ഇങ്ങനെയുള്ള വിവരത്തിന്റെ മേലെയല്ല, ഇങ്ങനെയുള്ള വിവരമായിട്ട് കാണണ്ട. നിങ്ങൾ തർക്കിക്കാൻ വേണ്ടി മാത്രം വന്നാണെങ്കിൽ അങ്ങനെ തുടങ്ങാം നമുക്ക്. ഇതാ നിങ്ങളല്ല അവരോടാ ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്കാണോ ചോദിക്കുന്നത്? നിങ്ങൾ മാധ്യമപ്രവർത്തനം തന്നെ. നിങ്ങളെ മാധ്യമപ്രവർത്തനത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. മാധ്യമപ്രവർത്തനമായിട്ട് നടത്തണം. അതിന് യാതൊരു തടസ്സവും ഇവിടെ ആരും ഉണ്ടാക്കുന്നില്ല. ഞാൻ പറയട്ടെ, നിങ്ങളെന്താ ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നു?
മാധ്യമപ്രവർത്തനമായി നടന്നത് യാതൊരു തടസ്സവുമില്ല. ആരും അതിന്റെ മേലെ കുതിര കയറുന്നില്ല. പക്ഷേ പോലീസ് ഇപ്പോ ഒരു കേസ് എടുത്തിരിക്കുന്നു. ആ കേസിൽ പോലീസ് പറഞ്ഞിരിക്കുന്നു ഗൂഢാലോചനയുണ്ട് എന്ന്. നിങ്ങൾ പറയുന്നു ഗൂഢാലോചനയല്ല എന്ന്. നിങ്ങൾ തെളിയിച്ചോളൂ, അതിനെന്താ പ്രശ്നം? ഞാൻ പരിശോധിക്കേണ്ട കാര്യം വരുന്നില്ല. എനിക്കതിൽ വിശ്വാസക്കുറവില്ല, അതാണ് പ്രശ്നം. എനിക്കതിൽ വിശ്വാസക്കുറവില്ല, അതാണ് എന്റെ പ്രശ്നം. നിങ്ങളുടെ കൂട്ടത്തിൽ ഗൂഢാലോചന നടത്താൻ പറ്റിയവരുണ്ട്. ആ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ ഗൂഢാലോചനയുടെ കേസും വരും. അത്രയേ ഉള്ളൂ അതിനകത്ത്. നിങ്ങൾ ജോലി സ്ഥലത്ത് പോകുന്നതോ, നിങ്ങൾ മറ്റു പ്രക്ഷോഭ സ്ഥലത്ത് പോകുന്നതോ, നിങ്ങൾ സാധാരണ മാധ്യമപ്രവർത്തനം നടത്തുന്നതോ ഒന്നും ഇവിടെ ആരും തടയാൻ പോകുന്നില്ല. പക്ഷേ ആ നില വിട്ട് മറ്റൊരു നില വന്നാൽ കുറച്ച് ശബ്ദമുയർത്തി പറഞ്ഞാൽ കാര്യങ്ങൾ നേടിക്കളയാമെന്നുള്ള ധാരണയിൽ തുടങ്ങണ്ട. അതേ ഉള്ളൂ. നേരത്തെ ഗിരീഷ്, ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് നൽകിയ ദൃശ്യങ്ങളാണ്. വിനീത വിജിയാണത് തത്സമയം റിപ്പോർട്ട് ചെയ്തത്. അവിടെ ഷുവേർ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധക്കാരെ പോലീസ് അവരുടെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോവുകയാണ്. ആ സമയത്ത് അവരുടെ വിഷ്വലെടുക്കൂ എന്ന് വിനീത വിജി പറയുന്നുണ്ട്. അതിനെ മറ്റൊന്നാക്കി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. അവർക്ക് നന്ദി പറയുന്നതാക്കി മാറ്റി. അങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാർക്കൊപ്പം ഗൂഢാലോചന നടത്തിയ ആളായി മാധ്യമപ്രവർത്തകയായ വിനീത വിജിയെ ചിത്രീകരിക്കുകയാണ്. പോലീസ് ആ താളത്തിനൊപ്പം തുള്ളുന്നു. കോൾ ലിസ്റ്റുകളൊക്കെ പുറത്തു വരുന്നു. അത് ഗൂഢാലോചനാവാദമാണെന്ന് പറയുന്നു. ആ സിദ്ധാന്തം CPIM നേതാക്കളും ഒടുവിൽ CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രിയും ഇപ്പോൾ അത് ആവർത്തിക്കുകയാണല്ലോ. മുഖ്യമന്ത്രി ആവർത്തിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ ഗിരീഷ്. ഉന്മേഷ, അത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും മുഖ്യമന്ത്രി ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പോലീസിൻ്റെ നടപടി ന്യായീകരിക്കുന്നു. അതോടൊപ്പം തന്നെ പോലീസിൽ എടുത്തിരിക്കുന്ന കേസിൽ തനിക്ക് വിശ്വാസക്കുറവില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. രണ്ടുവട്ടം അക്കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. തനിക്ക് വിശ്വാസക്കുറവില്ല, അതുകൊണ്ട് തന്നെ താൻ പരിശോധിക്കേണ്ട കാര്യമില്ല എന്ന് മുഖ്യമന്ത്രി എടുത്തു പറയുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുമ്പും പല കാലങ്ങളിലും പല സർക്കാരിൻ്റെ സമയത്തുമൊക്കെ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസുകൾ ഉണ്ടാകാറുണ്ട്. അത്തരം കേസുകളിൽ മാധ്യമപ്രവർത്തകർ തങ്ങളുടെ ജോലിയുടെ ഭാഗമായി തങ്ങൾ ഇത്തരം കേസുകളിൽ പെടുന്നതെങ്കിൽ സ്വാഭാവികമായും സർക്കാർ അത് പരിശോധിക്കുകയും മാധ്യമപ്രവർത്തകർക്കെതിരായ കേസുകൾ ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുക പതിവാണ്. പക്ഷേ ഇവിടെ ഒരു പുനഃപരിശോധന പോലും ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് അത് പരിശോധിക്കാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് പോലീസ് ചില തെളിവുകളുടെ പേരിൽ കേസെടുക്കുന്നു, അതിൽ ഗൂഢാലോചന ഇല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കൂ എന്നുള്ളതാണ്. അതായത് മാധ്യമപ്രവർത്തനത്തിൽ ഭാഗമായി ലഭിക്കുന്ന ചില ഇളവുകളുണ്ട്. ചില സോഴ്സുകളെ ബന്ധപ്പെടുന്നതിനും അവരിൽ നിന്ന് മുൻകൂട്ടി വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ആ കാര്യങ്ങൾ ചിലപ്പോൾ ഒരു സംഭവങ്ങളായിരിക്കാം. ആ സംഭവങ്ങൾ തത്സമയം നൽകുന്നതിനും വിശദീകരണം നൽകുന്നതിനും അല്ലെങ്കിൽ റിപ്പോർട്ട് നൽകുന്നതിനും ഒക്കെയുള്ള ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്. ആ സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ ആകുന്നു എന്നുള്ളൊരു തരത്തിലേക്കാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിൽ പോലീസ് പറയുന്നതിനെ പൂർണ്ണമായും ന്യായീകരിക്കുന്നു. പോലീസ് എന്താണോ അതിനകത്ത് നിർദ്ദേശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങളെ മാത്രം മുഖവിലേക്ക് എടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ആ കേസിനെ ന്യായീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവർ ഏറെ വിചിത്രമായിട്ടുള്ളത്. കാരണം വലിയ തോതിൽ പരാതികൾ ഉയർന്നു. ഇത്തരം ഒരു വിനീതയ്ക്കെതിരെ കേസെടുക്കുന്നതിൻ്റെ പേരിൽ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരുടെ സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയരുമ്പോഴും ഇത് പരിശോധിക്കാൻ താൻ തയ്യാറല്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ്. ഈ വ്യക്തമാക്കുന്നതിലൂടെ സ്വാഭാവികമായും പോലീസിൻ്റെ നടപടിയെ അദ്ദേഹം ന്യായീകരിക്കുന്നു എന്ന് മാത്രമല്ല പോലീസിൻ്റെ നടപടിയെ അദ്ദേഹം വിശ്വസിക്കുന്നു. ഇവിടെ പല സംശയങ്ങളും മറ്റു ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ ഉന്നയിക്കുന്ന പോലെ മറ്റു ചില സംശയങ്ങൾ കൂടി ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ കേസിൻ്റെ പിന്നിൽ ആരുടെ താല്പര്യമാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കാരണം ഒരു പ്രതിഷേധമുണ്ടാകുമ്പോൾ പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് കേസെടുക്കുക സ്വാഭാവികമാണ്. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പ്രതിഷേധം നേരത്തെ SFIയും നടത്തിയിട്ടുണ്ട്, DYFI നടത്തിയിട്ടുണ്ട്. വലിയ അക്രമ സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയ പല സമരങ്ങളും അക്രമ സമരങ്ങളായി മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ സമയത്തിലൊക്കെ കേസൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ വരുമ്പോഴും ഇത്തരത്തിലുള്ള കേസുകളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവർക്കെതിരെ ഉള്ള കേസുകൾക്കപ്പുറത്തേക്ക് അത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ കൂടി കേസുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഉന്മേഷ്, ഗിരീഷ് തുടരുക. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലും ഒട്ടേറെ കമൻറ്റുകൾ വരുന്നുണ്ട്. ഇത് 24 നടത്തിയ ഗൂഢാലോചന എന്ന് ഒരു കൂട്ടർ അവിടെ നിന്ന്
വാദിക്കുന്നുണ്ട്. വിനീത വിജി അന്ന് നടത്തിയ സംഭാഷണം അതെന്താണെന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർക്കായി അന്ന് നടന്നത് എന്താണ്, ആ പ്രതിഷേധക്കാരെ പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോകുമ്പോൾ വിനീത വിജി പറഞ്ഞത് എന്താണ്, അതൊന്നുകൂടി അത്തരം പ്രേക്ഷകർക്കായി. ആ വിഷ്വൽ എടുക്കൂ എന്നാണ് വിനീത വിജി പറയുന്നത്. ചില ആളുകൾ പറയുന്നത് ആ പ്രതിഷേധക്കാർക്ക് ടാറ്റ നൽകി വിട്ടു, അവരോടുള്ള സംഭാഷണം എന്നുള്ള നിലയ്ക്കൊക്കെ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ മാധ്യമപ്രവർത്തക ആ വിഷ്വൽ അത് തത്സമയം എയറിൽ പോകുന്ന സമയത്ത് ഒരേ സമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. ക്യാമറാമാൻ അവരെ ഫോക്കസ് ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് അങ്ങനെയല്ല, അവരുടെ വിഷ്വൽ പകർത്തൂ എന്ന് ആ ലൈവിൽ നിന്ന് നിർദ്ദേശിക്കുകയാണ് മാധ്യമപ്രവർത്തക. സ്വാഭാവികമായും ആ ദൃശ്യങ്ങൾ എടുക്കൂ എന്ന് അങ്ങനെ പറയാൻ കഴിയുകയുള്ളൂ. അതിനെയാണ് ഗൂഢാലോചന എന്ന് ചിത്രീകരിക്കുന്നതും വക്രീകരിക്കുന്നതും അതിനു പിന്നാലെ ഒരു കേസ് വരുന്നതും സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ അതിനെ പരസ്യമായി ന്യായീകരിക്കുന്നതും. അത്തരക്കാർക്കുള്ള മറുപടി അതല്ലേ ഗിരീഷ്? ഉന്മേഷ്, സ്വാഭാവികമായും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അപ്പോഴും ഈ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കേസെടുക്കാറുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ വാഹനം തടയുന്നതാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളിലേക്കൊക്കെ പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കുന്ന ഒരു രീതി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. അത് സ്വാഭാവികമാണ് താനും. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാധ്യമപ്രവർത്തകരുടെ ഒരു ധർമ്മമാണ്, അവരുടെ ജോലിയാണ്. അവരുടെ ജോലിക്കായി രാവിലെ അസൈൻ ചെയ്ത് വിടുമ്പോൾ അവർ ഏതൊക്കെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ആ ബ്യൂറോയാണ് തീരുമാനിക്കുന്നത്. സ്വാഭാവികമായും അവർക്ക് അസൈൻ ചെയ്യുന്ന ജോലികൾ ചെയ്യാൻ അവർ തയ്യാറാണ്, അവർ അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ലൈവിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഒരു ദൃശ്യം പകർത്തു എന്ന് സ്വാഭാവികമായും ലൈവ് റിപ്പോർട്ട് നൽകുമ്പോൾ ഒരു റിപ്പോർട്ടർ പറയില്ല. കാരണം അത് ലൈവിൻ്റെ ഇടയിലുള്ള ലൈവിനെ തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ആംഗ്യങ്ങളിലൂടെ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്യാമറാമാനുമായിട്ടും അല്ലെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റൊരു ക്യാമറാമാനുമായിട്ടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിനെ മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കുന്നത് കൊണ്ടാണ് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വലിയ തരത്തിൽ നടക്കുന്നതും അത് ഇപ്പോൾ ഒരു കേസിലേക്ക് മാറുന്നു. ഈ കേസിലേക്ക് മാറുമ്പോൾ തന്നെ 120B ഗൂഢാലോചന സ്വാഭാവികമായും ജാമ്യം ലഭിക്കാത്ത ഒരു കുറ്റം എന്നുള്ള ഒരു വകുപ്പ് കൂടി ചേർത്തുകൊണ്ട് പ്രവർത്തകർക്കെതിരെ, പ്രതിഷേധിച്ച പ്രവർത്തകർക്കെതിരെയോ ഷൂ എറിഞ്ഞ പ്രവർത്തകർക്കെതിരെയോ മാത്രമല്ല വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്ക് കൂടി ഈ 120B ബാധകമാണ് എന്ന തരത്തിലേക്ക് പോലീസ് എത്തുമ്പോൾ അതിനെ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറെ വിചിത്രമായിട്ടുള്ളത്. ഉന്മേഷ്. ശരി ഗിരീഷ്, ഏതായാലും മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പോലീസിന്റെ നടപടി അദ്ദേഹം പരസ്യമായി ന്യായീകരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി നേരത്തെ നമ്മൾ കാണിച്ച ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി വിനീത വിജി പ്രതിഷേധക്കാർക്ക് ചാറ്റ നൽകിയെന്ന് പറഞ്ഞു. വിനീത വിജിയുടെ ശബ്ദം അതിന് പകരമായി മറ്റൊരു ശബ്ദം എഡിറ്റ് ചേർത്ത് അത് വ്യാപകമായി പ്രചരിപ്പിച്ചവരുണ്ട്. അവർക്കുള്ള മറുപടി എന്നോണം എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിലേക്ക് ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങളിലേക്ക്. ഇനിയും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ തന്നെ ഭാഗമായി 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.